എന്തതിരെ കാണാത്തത്? എന്തായാലും ചേട്ടാ കുറെ നേരമല്ലേ ഇവിടെ നിൽക്കുന്നത്? ഞാനേ ചേച്ചിയുടെ മോളെ തങ്കവും കനകനും കൂടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് വരെ ഒന്ന് പോവാനേ. ഇപ്പൊ എന്താ ഈ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ 4 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. പെങ്ങളുടെ കുട്ടിയല്ലേ ഞാൻ, എന്ത് എനിക്ക് ഒരുപാട് സ്വത്തുണ്ടല്ലോ. ഒരു 5 സെന്റ് സ്ഥലം ഞാൻ തങ്കത്തിന്റെ പേർക്കാണ്ട് എഴുതി കൊടുത്തു. അത് നല്ലതല്ലേ, തങ്കത്തിന്റെ ഭാഗ്യല്ലേ. ആ അവൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചായിട്ട് ജീവിക്കട്ടെന്നേ. പിന്നെ അമ്മാവനാണ് ആള്. ഓരോന്ന് പറഞ്ഞു നിൽക്കും. എന്താണ് എത്ര നേരം? ഇടുവാ ഇത് എത്ര നേരമായി? ഇത് 9 മണിക്ക് വരാൻ പറഞ്ഞല്ലേ, ഇപ്പൊ സമയത്രയായി? അല്ല, ഇത് ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനായിട്ട് പോയിരുന്നുണ്ട്. ഫോട്ടോ സ്റ്റാറ്റ് അതിന്റെ പഞ്ചായത്തിന്റെ മുമ്പിലില്ലേ, അവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നില്ലേ? ആകെ അതിന്റെ ചെലവല്ലേ ഉള്ളൂ. വെറുതെ ഒരു 5 സെന്റ് സ്ഥലം അങ്ങോട്ട് തരാൻ നന്നായിക്കോട്ടെ എന്ന് വെക്കുമ്പോ അപ്പോഴും ഇല്ല ഒരു ഉത്തരവാദിത്വം. ഒരു മിനിറ്റ്. എന്താ കേശവാ, അന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകുന്നേരം വരെ ഒഴിവില്ലാന്ന്. പഞ്ചായത്തിലൊന്ന് പോണം. ചേച്ചിയുടെ മോള് തങ്കത്തിനെ 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 5 ലക്ഷം റുപ്യ കിട്ടും ഇത്ര വീട് വെക്കാൻ. അപ്പൊ എന്റെ സ്ഥലത്തുനിന്ന് ഒരു 5 സെന്റ് സ്ഥലം ഞാൻ അവൾക്ക് വെറുതെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ആടാ അവള് വീട് വെച്ച് നന്നായിക്കോട്ടെ, നമുക്ക് എന്താ സമയമായി. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ലേ? അല്ല ഇവിടെ പറഞ്ഞാ ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം, എന്നിട്ട് വൈകുന്നേരം കാണാം. ശരി പോവാ. അതല്ലേ പറഞ്ഞത്, ഫോൺ ചെയ്യാനുള്ള സമയം കളയണം. പോവാൻ നമുക്ക് എങ്ങനെ നടക്കണ ഒരു ഓട്ടോ വിളിക്ക്, അതിന്റെ ചെലവല്ലേ നടക്കുള്ളൂ. സ്ഥലം ഞാനല്ലേ കൊടുത്ത്. വാ ഇവിടെ നിർത്തിയാ ഞങ്ങൾ നടക്കണ്ട. വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, കാരണം ഇത് എപ്പോഴാ ശരിയാവാന്ന് അറിയില്ല. സെക്രട്ടറി കാണാൻ വന്നതാണേ. ഇപ്പൊ വീട് വെക്കാൻ 5 ലക്ഷം റുപ്യ കൊടുക്കുന്നുണ്ട് ഇത്രേ, സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കേ. ഇതിന്റെ പെങ്ങളുടെ മോളാ, ഇവൾക്ക് സ്ഥലമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, അതിന്ന് ഒരു 5 സെന്റ് സ്ഥലം ഞാൻ ഇവൾക്ക് വെറുതെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനിയിപ്പോ 5 ലക്ഷം കെട്ടി വീട് വെക്കാണെങ്കിൽ വെച്ചോട്ടെ. ശരി, അപ്പൊ അതിനെ വന്നതാട്ടോ. ശരി ശരി. കാര്യം ചോദിച്ചില്ലല്ലോ, പുള്ളിക്കാരൻ ചോദിച്ചില്ലല്ലോ. അതിനിപ്പോ പറഞ്ഞോണ്ടെന്താ, ഞള്ള കാര്യമല്ലേ പറഞ്ഞു. ഞാൻ 5 സെന്റല്ലേ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഇയാളോട് ഞാൻ 50 സെന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല പറയാ, അപ്പൊ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാ എന്താ അമ്മ പറഞ്ഞു. ഇങ്ങോട്ട് വേഗം വാ. പിന്നെ എങ്ങനെ ഇത് വേഗം നടക്കണ്ട, അവൻ ഉണ്ടാവും നോക്കാം. അല്ല അവൻ വരട്ടെ, നമ്മളിവിടെ വന്നിട്ട് കയറാം. അല്ല അവൻ വന്നിട്ട് കയറുന്നല്ലേ ചേടാ. എല്ലാം മേശം കച്ചാരും കാലിയുടെ ഒരു എട്ടെണ്ണം വന്നിട്ടില്ല. എടാ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ആയാലോ? ഇപ്പൊ സമയത്രയായി? ഒരു ഉത്തരവാദിത്തമില്ല കേട്ടോ ഒരെണ്ണത്തിന്. ഇങ്ങോട്ട് അവിടെ നിൽക്കട്ടെ. ഇവിടെക്കുണ്ടാണോ അവിടത്ത്? ഗുഡ് മോർണിംഗ് സാർ. സാറ് സെക്രട്ടറി ആണോ? അല്ല, ഞാൻ ക്ലർക്കാ. ഇവിടുത്തെ സ്റ്റാഫാണ്. അതെ. ഇപ്പൊ സമയത്രയായി? നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാർ ഇപ്പോഴാണ് വരിക? ഞാനെപ്പോൾ വരണം, എപ്പോൾ പോകണം ഞാൻ തീരുമാനിക്കും. ഇയാളാരാ? അപ്പൊ ഞാൻ ഒരു കാര്യത്തിന് വന്നത്. കാര്യത്തിൽ വന്നാൽ കാര്യം നടത്തിയിട്ട് പോകാൻ നോക്കിയാൽ മതി, എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. എനിക്കറിയാം എപ്പോൾ വരണം എപ്പോൾ പോകണം. വല്ല കാര്യം എന്ത് വയറ് നിറഞ്ഞോ? എന്ത് വയറ് നിറഞ്ഞോന്ന് എന്തിനാവശ്യമില്ലാത്ത ചോദിക്കുന്ന ഓരോ കാര്യങ്ങള്. അവരാരാ? നമ്മുടെ സർവന്റാണ്. നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾ ശമ്പളം കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് ജോലി ചെയ്യുന്നവര്. നമ്മൾ പ്രതികരിക്കാണ്ടിരുന്ന നമ്മളിങ്ങനെ സെർവന്റ് അതാണെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ നീങ്ങൂല, അവിടെ തന്നെ ഇരിക്കും. അതെങ്ങനെ? നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയാ? നീ 10 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞത്? ഇത് സർക്കാർ ഓഫീസാണ്. ഇവിടെ വരുമ്പോ അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, നീ എത്ര മണിക്ക് ഓഫീസിൽ പോണത്? ഞാൻ 10:30 ആവും. 10:30. ഇവിടെ 10, 10, 11, 12 മണിയൊക്കെ ആവും. ഒരു പഞ്ചായത്ത് മെമ്പറല്ലേ ഇങ്ങനെയൊക്കെ നേരം വഴുകി വരുമ്പോ ചോദിക്കേണ്ട ആളല്ലേ? അല്ലേ? ഇവരിങ്ങനെ നേരം വഴുകി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? എല്ലായിടത്തും ഓരോരോ കാര്യങ്ങൾ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. ചിലർക്ക് നേരത്തെ വരും, ചിലർക്ക് താമസിക്കും. നമുക്ക് എന്താ ആവശ്യം, നമ്മൾ ആവശ്യം നടത്തിയിട്ട് പോവുക. അല്ല, ആവശ്യം നടത്തി വെച്ചാൽ പേപ്പറൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സെക്രട്ടറി വന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കാമല്ലോ. കൊടുക്കാൻ സെക്രട്ടറി വരുമ്പോൾ 10, 11 മണിയാവും. അപ്പൊ നീ പേപ്പർസ് കൊണ്ടുവന്നാ? ആധാരത്തിന്റെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ കരുതൽ രസീത് എല്ലാം ഉണ്ട്. അല്ല, ആധാർ കാർഡ് അതിന്റെ കോപ്പി, റേഷൻ കാർഡ് അതിന്റെ കോപ്പി. റേഷൻ കാർഡ് കൊടുത്തില്ലേ? റേഷൻ കാർഡ് അതാണ് ഉത്തരവാദിത്തത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. ഒരു പേപ്പർ അല്ല, ഞാൻ പറയാൻ കാരണം ഒരു പേപ്പർ മുടങ്ങി കഴിഞ്ഞാൽ അവര് 10 വട്ടം നടത്തിക്കും.
അതാ പറഞ്ഞത്. ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ID കാർഡിന്റെ കോപ്പി ഉണ്ടല്ലോ. എടാ എല്ലാം ഉണ്ട്. നീ ഇന്നലെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞാനാണ് നോക്കി അടുക്കി വെച്ചിരിക്കുന്നത്. ഓക്കേടാ, എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരെണ്ണം വീണ്ടും പോകണം, അതിനാണ്. നന്നല്ലേ കറക്റ്റ് സംഭവം തന്നെ. നമുക്ക് സെക്രട്ടറി എവിടെ ഞാൻ നോക്കിട്ട് വരട്ടെ. അമ്മ അവിടെ നിൽക്കണം. അമ്മ ഇങ്ങനെ ആവേശം കാണിക്കല്ലേ? ഈ ഇരിക്കുന്നവരൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഇത്ര ചാടുന്ന? നീ അവിടെ റെഡി. നമ്മളെന്തിനാ ഇത്ര ചാടുന്നതിന്? പക്ഷെ എന്തൊരു കഷ്ട അറിഞ്ഞെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റ് ആവും, അരമണിക്കൂറാവും. അതെന്താ? ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥനല്ലേ? അയാൾ എന്തെങ്കിലും നേരം വഴുകി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താവും? ഇവിടുത്തെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടും. അമ്മാവ സെക്രട്ടറി വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഈ വരുന്ന വഴിയിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സൈറ്റ് സന്ദർശിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. നമ്മുടെ ആവശ്യമാണ്. ആവശ്യക്കാരെ ഇവിടെ ഇരുന്നേ പറ്റൂ. അദ്ദേഹം വരുമ്പോൾ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മൾ കാര്യം നേടിക്കൊണ്ട് പോവുക. അത്രേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവരുടെ ഒരു വിചാരമുണ്ട്, ഇത് പഞ്ചായത്ത് നമുക്ക് വെറുതെ തരണാണെന്ന്. ഇത് സർക്കാർ നമുക്ക് അതിന് അമ്മാവിയാണ് ചാടേണ്ട കാര്യം തന്നെ. ഞാൻ എല്ലാ പേപ്പറും റെഡിയാക്കി കൊടുത്തല്ലേ. അമ്മാവ അതൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അത് ചെയ്ത് വെച്ചിരിക്കുക തന്നെയല്ലേ. ഇനിയിപ്പോ അതിനൊരു സമയമുണ്ട്. ആ സമയം ആകുമ്പോൾ കൃത്യം ഒരു കാര്യം നടന്നോളും. വെറുതെ ഇവിടെ ബഹളം വെക്കണം. നീ ആയിരത്തി കാര്യത്തിൽ സംസാരിക്കണ അമ്മാവിന്റെ അടുത്താ? ഒന്നുമില്ലെങ്കിൽ 5 സെന്റ് വസ്തു നിന്റെ പக்கம் ചുമ്മാ എഴുതി കൊടുത്താണ്. ഇത്രയും വലിയൊരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം? അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ ചുമ്മാ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല അമ്മാവ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇക്കാലത്ത് ആര് ചെയ്യും? വേറെ ആരും ചെയ്യില്ല. സംഭവം ഈ കാലത്ത് ആരും അങ്ങനെ വെറുതെ 5 സെന്റ് സ്ഥലം ഒന്നും കൊടുക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്റെ പെങ്ങളുടെ കുട്ടികൾക്കുള്ള തന്നെ എന്റെ പിറ്റകാലം. ഞാനൊരു 5 സെന്റ് സ്ഥലം വെറുതെ കൊടുത്തിട്ട് അവൾ അതിലൊരു വീട് വെച്ച് ജീവിക്കുകയാണെങ്കിൽ അവള് സുഖമായി ജീവിച്ചോട്ടെ. പിന്നെ ഇതിങ്ങനെ കൊട്ടി കൊട്ടിച്ചൊന്ന് പുറത്ത് പറയണം. എനിക്ക് മനസ്സിലായി. ഒരു കൈ കൊടുക്കണത് മറ്റു കൈ അറിയരുത് എന്നുള്ള പോളിസിക്കാരനായി. ഇതിപ്പോ എന്റെ ഒരു സമാധാനം, എനിക്ക് അവളോടുള്ള ഒരു സ്നേഹം, അവളൊറ്റയ്ക്ക് ഒരു വീട് വെച്ച് സന്തോഷമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇത് പുറത്ത് പറയണ എനിക്ക് ഇഷ്ടമല്ല. അതെ ശരി. നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ ചായ കുടിച്ചിട്ട് വരാം. അപ്പം എല്ലാവരും വരും. നമ്മള് ചായ കുടിക്കാൻ പോണ സമയത്ത് ഈ സെക്രട്ടറി എങ്ങനെ വന്നാൽ ഇവരൊക്കെ മുമ്പ് കയറും. അപ്പൊ പിന്നെ നമ്മൾ പയ്യന്മാരകത്തോണ്ട് അമ്മ ഉടൻ വിളിച്ച് പറയും, എന്നെ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നത്. വന്നോളും, വരണം. ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാനുള്ള സമയം ഉണ്ടല്ലേ? കനക, നീ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. അമ്മാവൻ ചെയ്തു തന്നൊരു വലിയ കാര്യമാണ്. എനിക്കതറിയാം. അങ്ങനെ പറയല്ലേ. അമ്മാവനത് ഇഷ്ടമല്ല വെളി പറയുന്നത്.